Hello dear students. ഇന്ന് നമ്മൾ 2024 JEE Main ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. S എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ്. Set of all Z belongs to C. Z is a complex number such that modulus of Z minus I equal to modulus of Z plus I is equal to modulus of Z minus 1. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഐക്ക് പകരം ചിലപ്പോൾ വേറെ ഏതെങ്കിലും കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കാം. ഒരു 1 + 2i 3 + 2i. ഈ 1ന് പകരം സം അതർ റാൻഡം കോംപ്ലക്സ് നമ്പർ ആയിരിക്കാം. ഇങ്ങനെ മൂന്നെണ്ണം ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തേക്കുന്നു. അപ്പോൾ ഇത് യൂഷ്വലി ഒരു ഇക്വേഷൻ സോൾവിങ് വഴി സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെഡിന് നമ്മൾ x+iy എന്ന് കൊടുത്തു. എന്നിട്ട് Z minus I മോഡുലസ് എടുക്കുമ്പോൾ √(x² + y² ഫോർമുല ഉപയോഗിച്ച് ഇക്വേറ്റ് ചെയ്ത് ഇങ്ങനെ സോൾവ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് വേണം ഇത് സോൾവ് ചെയ്യാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് എങ്ങനെ കുറച്ചുകൂടെ ക്വിക്കായിട്ട് നമുക്ക് ടൈം സേവ് ചെയ്തുകൊണ്ട് JEE Main എക്സാമിന് നമുക്ക് ടൈം സേവ് ചെയ്ത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അതിനാദ്യം നമ്മൾ അറിയേണ്ടത് മോഡുലസ് ഓഫ് Z1 - Z2 എന്ന് പറയുന്നത് ജോമെട്രിക്കലി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Z1 ആൻഡ് Z2 ആണ്. ഈ ഒരു തിയറിയാണ് നിങ്ങൾ അറിയേണ്ടത്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 Z2 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് Z1 - Z2 അതിന്റെ ഡിഫറൻസിന്റെ മോഡുലസ് എന്ന് പറയുന്നത് ആ രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാലോ. x+iy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ x, y തന്നെയാണ് നമുക്കറിയാം. അങ്ങനെ ഈ ഓരോ കോംപ്ലക്സ് നമ്പറിന് ഒരു കറസ്പോണ്ടിങ് പോയിന്റ് ഉണ്ടാവും ആർഗൻ പ്ലെയിനിൽ. അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണത്. അങ്ങനെ വരുമ്പോൾ ദിസ് ഇസ് റെപ്രസെന്റിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Z ആൻഡ് I. അപ്പോൾ നമുക്കിവിടെ I എവിടെയാണെന്നുള്ളത് മാർക്ക് ചെയ്യാം. I ഈസ് ഓൺ ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് y ആക്സിസ്. -i എവിടെയാണെന്ന് മാർക്ക് ചെയ്യാം. -i എന്ന് പറയുന്നത് ഓൺ ദ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ y ആക്സിസ്. Z - 1 എന്ന് പറയുന്നത് ഇസ് ഓൺ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് x ആക്സിസ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മൂന്ന് പോയിന്റുകളും കൂടെ ചേർത്തിട്ട് ഒരു ട്രയാങ്കിൾ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇവിടെ 90 ഡിഗ്രി ഉള്ള ഈ ലെങ്ത് √2 ആയിരിക്കും, ഈ ലെങ്ത് √2 ആയിരിക്കും, ഇത് 2√2 ആയിരിക്കും. അങ്ങനെ ഒരു ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഈ ട്രയാങ്കിളിന്റെ മൂന്ന് വേർട്ടിസസ് ആണ് ഈ ഐയും -iയും അതുപോലെ 1ഉം. ഈ മൂന്ന് പോയിന്റുകളും ഈ ട്രയാങ്കിളിന്റെ മൂന്ന് വേർട്ടിസസ് ആണ്. ഈ Z+i എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z - ഓഫ് -i. ഈ പ്ലസിനെ മൈനസ് എന്ന് വായിക്കുകയാണ്. അപ്പോൾ ഇത് മോഡുലസ് ഓഫ് Z1 - Z2 എന്ന് പറയുന്ന ഫോമിൽ വായിക്കുമ്പോൾ ഇവിടെ -i ആണ് അവിടുത്തെ കോംപ്ലക്സ് നമ്പർ. നൗ വി നീഡ് ടു ഫൈൻഡ് എ തേർഡ് ഓർ എ ഫോർത്ത് കോംപ്ലക്സ് നമ്പർ Z which are equidistant from I, 1 and -i. ഈ മൂന്ന് പോയിന്റിൽ നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. അത് ഈ ഡയഗ്രാം ഒന്ന് കൃത്യമായിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ Z എന്ന് പറയുന്നത് 0 ആണ്. 0യിൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1 ആണ്, ഇങ്ങോട്ട് 1 ആണ്, ഇങ്ങോട്ടേക്കും 1 ആണ്. അങ്ങനെ ആകെ ഒരു കോംപ്ലക്സ് നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ n(s) അതായത് ഈ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് ചോദ്യം. ആ n(s) വളരെ സിമ്പിൾ ആയിട്ട് 1 ആണ്. ആ സെറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇത്ര പണിയേ ഉള്ളൂ ഇത് സോൾവ് ചെയ്യാൻ. അത് നമുക്ക് ഓപ്ഷൻ എ പിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ എക്സാമിന് ചെല്ലുന്ന സമയത്ത് ഈ ഐയും 1ഉം -i ഒക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോഴും പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ Z1, ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ Z2, ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ Z3. ഇത് മൂന്നും കൊലീനിയർ പോയിന്റ്സ് ആണ് എന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ മൂന്ന് വെർട്ടിസസിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് മോഡുലസ് ഓഫ് Z - Z1 എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Z ആൻഡ് Z1 ആണ്. അപ്പോൾ ഇതിന്റെ ഈ ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക. ഇപ്പൊ നമുക്ക് കിട്ടിയ Z = 0 എന്ന് പറയുന്നതും ഈ പോയിന്റിൽ സർക്കംസെന്റർ തന്നെയാണ്. കാര്യം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ മറ്റൊരു തിയറി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളിന്റെ ഇപ്പൊ ABC ആണെങ്കിൽ അത് റൈറ്റ് ആംഗിൾഡ് ആണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതിന്റെ സർക്കംസെന്റർ എന്ന് പറയുന്നത് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ ഇതാണ് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ്. അതിന്റെ മിഡ് പോയിന്റ് Z = 0 തന്നെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ മോഡുലസ് ഓഫ് Z1 - Z2 എന്ന് പറയുന്ന ഓരോന്നിനെയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Z1 ആൻഡ് Z2 എന്ന് പറയുന്ന ഒരു ജോമെട്രിക്കൽ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്കിയാൽ ഇത് ഇത്രയൊന്നും കഷ്ടപ്പാടില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.